നീ എന്താ ആലോചിക്കുന്നത്? നമ്മുടെ കുഞ്ഞിന്റെയും അവളുടെ ഭർത്താവിന്റെയും കണ്ണ് നനയുമ്പോ കണ്ണനും മഹാലക്ഷ്മിയും അത് കണ്ട് ചിരിക്കാൻ പാടില്ലല്ലോ അമ്മേ. അവരുടെ മനസ്സമാധാനവും പോണ്ടേ? പ്രത്യേകിച്ചും മഹാലക്ഷ്മിയുടെ. നിനക്കെല്ലാ സൗഭാഗ്യങ്ങളും കിട്ടിയില്ലേ മോളെ? ഈ കല്യാണത്തോടെ ജീവിതം പോലെ ഇല്ലാതായത് ലക്ഷ്മിക്കല്ലേ? എന്നിട്ടും പിന്നെ നീ എന്തിനാ? മിണ്ടരുത് അമ്മ, മിണ്ടരുത്. പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അമ്മ അമ്മയുടെ മോൾക്ക് നല്ലൊരു ജീവിതം നേടിക്കൊടുത്തു. അവിടെ ഞാനാ തോറ്റത്. ഇതിനകത്ത് തോൽവിയും ജയൊക്കെ മോളെ. നിനക്ക് നല്ലൊരു ചെറുപ്പക്കാരനെയല്ലേ ഭർത്താവായി കിട്ടിയത്? ഉണ്ണിയെ കാഴ്ചയ്ക്ക് നല്ലതാ. അത് കല്യാണത്തിന് വന്നവരെല്ലാം പറയുകയും ചെയ്തു. മോൾക്ക് പറ്റിയ പയ്യനെയാ മോൾക്ക് കിട്ടിയതെന്ന്. ഒരിക്കലും അല്ല. ലക്ഷ്മിക്കാ നല്ലൊരു ജീവിതം കിട്ടിയത്. അവൾക്കാ നല്ലൊരു ഭർത്താവിനെ കിട്ടിയത്. എന്റെ ഉണ്ണിയേട്ടൻ അയാൾക്ക് ഒരുപാട് താഴെയാ. വീൽ ചെയറിൽ സഞ്ചരിക്കുന്ന കണ്ണൻ എങ്ങനെയാ മോളെ ഉണ്ണിക്ക് മുകളിലാവുന്നത്? ആ വീൽ ചെയറിൽ ഇരുന്നുകൊണ്ട് അയാളൊന്ന് വിരൽ ചൂണ്ടിയാ ഉണ്ണിയേട്ടൻ അവിടെ നിൽക്കും. ആ വീട്ടിനകത്തുള്ളവരൊന്നും ശബ്ദിക്കില്ല. അവിടെ എങ്ങനെയാ ഉണ്ണിയേട്ടൻ അയാൾക്ക് മുകളിലാവുന്നത്? ഇപ്പൊ അയാളും ലക്ഷ്മിയും കൂടെ കാണിച്ചതോ? സ്വർണം വാങ്ങിയിട്ട് ഉണ്ണിയേട്ടന്റെ കൈ കൊണ്ട് കൊടുത്തു. ഉണ്ണിയേട്ടൻ വാങ്ങിയതാണെന്ന് പറയണമെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ഒരാള് എന്തിനാ അമ്മേ നേരത്തെ ഉണ്ണിയേട്ടൻ ജ്വല്ലറിയിൽ പോയി നെക്ലസ് എടുത്തപ്പോ അത് ഉണ്ണിയേട്ടന് കൊടുക്കരുതെന്ന് പറഞ്ഞത്? ഇത്രയും വില കൂടിയ നെക്ലസ് ഉണ്ണിയേട്ടന്റെ കയ്യിൽ വാങ്ങിക്കൊടുത്ത അയാൾക്ക് അന്ന് മിണ്ടാതിരുന്നൂടായിരുന്നോ? അപ്പൊ അതൊന്നും അല്ല കാര്യം. അയാളുടെ ഭിക്ഷ ഉണ്ണിയേട്ടൻ സ്വീകരിക്കണം. അത് കൊണ്ടുവന്ന് എനിക്ക് തരണം. അയാളുടെ അരയ്ക്ക് താഴോട്ട് മാത്രമല്ല തളർച്ച, അയാളുടെ മനസ്സും തളർന്ന മനസ്സാ. അതുകൊണ്ടാ ഇരുന്ന് നിരങ്ങുന്ന. അങ്ങനെയൊന്നും പറയല്ലേ മോളെ. അങ്ങനെ പറയൂ. ഉണ്ണിയേട്ടനും ഉണ്ണിയേട്ടന്റെ വീട്ടിലുള്ളവർക്കും അങ്ങേരെ താണ് വണങ്ങി നിക്കണമായിരിക്കും. എനിക്കതിന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ ഇവിടെ നിന്നാലും എന്റെ അച്ഛനും മുത്തശ്ശിയും എന്നെ നന്നായിട്ട് നോക്കും. എനിക്ക് പരിഗണന കിട്ടുന്നിടത്ത് മാത്രമേ ഞാൻ നിൽക്കൂ. എന്റെ ജോലിക്കാരിയാവാനാ അവളെ എനിക്കൊപ്പം അങ്ങോട്ട് പറഞ്ഞു വിട്ടത്. പക്ഷെ ഇപ്പൊ കാര്യങ്ങളൊക്കെ തിരിച്ചായിപ്പോയി. അമ്മയുടെ മോളുടെ കനിവില് വേണം ഞാൻ ജീവിക്കാൻ. അതില് നല്ലത് ഞാനങ്ങ് ചത്ത കളയുന്നല്ലേ മോളെ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.